നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുളിക്കലുള്ള കാർ കടലിലെ ഷോറൂമാണ്. കുറച്ച് അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. 2015 മോഡൽ ഓൾട്ടോർണൂർ ഉണ്ട്. റേറ്റ് വരുന്നത് 2 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോണിൽ ഡീസൽ വണ്ടികൾ നോക്കുന്നവർക്കായിട്ട് പോളോ ഉണ്ട്. ഡീസൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഫിയാറ്റിന്റെ ഓൺ ഡീസൽ എഞ്ചിൻ വരുന്ന സ്വിഫ്റ്റിലും റിച്ചിലും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ വരുന്ന ഫിയാറ്റിന്റെ സ്വന്തം അവഞ്ചർ ഉണ്ട്. റേറ്റ് വരുന്നത് 2.5 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. ഫുൾ ഓണിലൊരു വെർണ വരുന്നുണ്ട്. ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ 7 സീറ്റർ വണ്ടി നോക്കുന്നവർക്കായിട്ട് മഹീന്ദ്രന്റെ മറാസോ ഉണ്ട്. പുതിയ വണ്ടിക്ക് ഏകദേശം 17 അടുത്ത് റേറ്റ് വരും. വണ്ടി വരുന്നത് 8 ലക്ഷം രൂപയ്ക്കും താഴെയായിട്ടാണ്. ഫുൾ ഓൺ തന്നെ കിട്ടുന്നുണ്ടാവും. 4.5 ലക്ഷം രൂപ റേഞ്ചിലായിട്ട് ഇന്നോവ വരുന്നുണ്ട്. അതേപോലെ തന്നെ 4.5 ലക്ഷം രൂപയ്ക്ക് വേറൊരു ഇന്നോവ ഉണ്ട്. 3.5 ലക്ഷം രൂപ റേഞ്ചിലായിട്ട് 3.5 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് മറ്റൊരു ഇന്നോവ ഉണ്ട്. ഇനി അത്യാവശ്യം മൈലേജും അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് കുറവുള്ള ഡീസൽ വണ്ടി നോക്കുന്നവർക്കായിട്ട് ഫിയാറ്റിന്റെ എഞ്ചിൻ വരുന്ന സ്വിഫ്റ്റുകളുടെ നല്ലൊരു ചാകര തന്നെ ഈ ഒരു ഏരിയയിലുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 1,45,000 താഴെയാണ്. ഏകദേശം 3.5 ലക്ഷം വരെയുള്ള സ്വിഫ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന വണ്ടികളാണ്. ഇങ്ങനെയുള്ള ഏകദേശം 25ഓളം വണ്ടികളാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ടാവും. വാറണ്ടി വേണ്ടവർക്ക് 1 ഇയർ വാറണ്ടി വരെ കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പം കൂടുതലുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങാം. സോ വീട്ടിലത്തെ വീഡിയോ ഇത് വണ്ടി നമുക്ക് ഓൾട്ടോർണൂർ ആണ്. 2015 മോഡൽ. LXI ആണോ VXI ആണോ? LXI വേരിയന്റ്. LXI വേരിയന്റ്. KL55 തിരൂര് രജിസ്ട്രേഷൻ ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് ഏകദേശം 83 ഓടിയിട്ടുണ്ട്. 83,000 റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വർക്ക് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഇല്ല. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 1.95 വരുന്നത്. 1.95 കുറയോ? കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് 1.60 1.60 റേഞ്ചിൽ ലോൺ വരുന്നുണ്ടോ അല്ലേ? അതെ. ഫുൾ ലോൺ കയറൂലേ? നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പ്രൊഫൈൽ അനുസരിച്ചിട്ടല്ലേ? അടുത്തത് ഡിസയർ ആണ് വരുന്നത്. 2008 മോഡൽ LDI വേരിയന്റ് കേട്ടോ. ഡീസൽ ആണോ പെട്രോൾ ആണോ? LD ഡീസൽ അല്ലേ? ഡീസൽ ആണ് വരുന്നത്. പവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. LD വീഡിയോയിലേക്ക് നൈസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഇത് ഫിറ്റ്നസ് എടുത്താ കേട്ടോ. പുതിയ റിന്യൂവൽ അല്ലേ? കിലോമീറ്റർ 1.15 കാണിക്കുന്നത്. ജെനുവിൻ ആണോ? അതെ, ജെനുവിൻ ആയിരിക്കാനേ സാധ്യത. ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ. പഴയ വണ്ടി അതിനെ കൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നല്ലേ? അതെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? മെക്കാനിക്കൽ ഗുഡാ. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു, നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മേജർ ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. റേറ്റ് എത്രയാണ് വരുന്നത്? 1.40 കൊടുക്കാം നമുക്ക്. 1.40. ഇനി കുറയോ? നോക്കാം, കസ്റ്റമർ വരട്ടെ. 2014 മോഡൽ വാഗനർ LXI വേരിയന്റ് ആണ് വരുന്നത്. 2014 വാഗണർ LXI. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 ഉള്ളിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളാ? അതെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. പെട്രോൾ ഏകദേശം K സീരീസ് എഞ്ചിനിൽ 15-17 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. 2014 വാഗണർ. റേറ്റ് എത്ര വെച്ചേക്കുന്നത്? റേറ്റ് 2.5 ലക്ഷം ഇട്ടിട്ടുള്ളൂ. കുറച്ച് കൊടുക്കാം കേട്ടോ. 2.5 കുറച്ച് കൊടുക്കാം. 2.5 കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് 2.5 തന്നെ ചെയ്യാം. ഓക്കെ. അതിന് മുകളിൽ കിട്ടുമോ? നോക്കാം, ചെക്ക് ചെയ്യാം. പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് പറയാം. ഫിയാറ്റിന്റെ അവഞ്ചർ ആണ്. 2015 ആണ് വരുന്നത്. 2015 ഫിയാറ്റിന്റെ അവഞ്ചർ അല്ലേ? അതെ, ടോപ്പ് എൻഡ് വേരിയന്റ്. ഫിയാറ്റിന്റെ എഞ്ചിൻ ആണ് വരുന്നത്. പക്ഷേ 90 HP ആയിരിക്കുന്നു മാത്രം. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. മുന്നേ വേറൊരു അവഞ്ചർ ഉണ്ടായിരുന്നില്ലേ? അത് കൊടുത്തു. ഓക്കെ. അത് 17 ആയിരുന്നു. 3.30 റേറ്റ് ഇട്ടുണ്ടായിരുന്നത്. 2 പവർ സ്റ്റിയറിംഗ് അല്ലെ, 2 പവർ വിൻഡോസ് കാണുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഇല്ല. കീ സ്റ്റാർട്ട് തന്നെയാണ് വരുന്നത്. ഒരു അഡീഷണൽ ചെറിയൊരു സ്ക്രീന് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വണ്ടി നല്ല ടൈറ്റ് ആയിട്ടാണല്ലോ പാർക്ക് ചെയ്ത്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ടോപ്പിന്റെ നേരെ താഴെ വരുന്നത് കേട്ടോ. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നതാ? ഇത് വരുന്നത് LIS എല്ലാം വരുന്നത്. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ്? തേർഡ് ഓണർഷിപ്പിൽ വരുന്നത്. തേർഡ് ഓണർഷിപ്പ്. വേറെ പറയത്തക്ക രീതിയിൽ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ സ്ട്രക്ചറിലേക്ക് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ആപ്രോൺ ഒന്നും പോയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 245 ആണ്. 2,45,000 ലോൺ കിട്ടുമോ? ലോൺ ചെയ്യാം നമുക്ക്. 245 ലോൺ ചെയ്യാം. 2.45 ഫുൾ ലോൺ തന്നെ കിട്ടും അല്ലേ? SX4 ആണ് വരുന്നത്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ ആണ്. 2010 മോഡലാണ് വരുന്നത്. വേരിയന്റ് ഏതാ? ടോപ്പ് എൻഡ് ZXI വരുന്നത്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ZXI ഓട്ടോമാറ്റിക് 80 അല്ലേ ഗിയർ ബോക്സ് അപ്പൊ വരുന്നത്? അതെ. ബാക്ക് സെൻസേഴ്സ് കാണുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഒന്നല്ല 2 ക്യാമറ കാണുന്നുണ്ട്. ഇന്റീരിയറിൽ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗിന് പുറമെ ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗും പിന്നെ ഒരു റിവേഴ്സ് ക്യാമറന്റെ ഒരു ടച്ച് സ്ക്രീനും കാണുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്. കമ്പനിന്ന് റീപ്ലേസ് ആയതാ. ഓക്കെ. ചെറിയ ക്രാക്ക് ഉണ്ടായിട്ട് മാറിയതാണ്. ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് നമ്മൾ 2.30 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് ഒരു 1.80 ചോദിക്കുന്നുള്ളൂ. കുറച്ച് തന്നെ കൊടുക്കും. ഇനിയും കുറയൂല്ലേ? കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിയുണ്ട്.
പക്ക കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അതെ 2013 മോഡൽ ഹൈലൈൻ പോളോ. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ 1.2 അല്ലേ? ഹൈലൈൻ ആണോ? ഹൈലൈൻ ആണ് വരുന്നത്. ഹൈലൈൻ എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ അറൌണ്ട് 1 lakh ഇത് ഓടിയിട്ടുണ്ട്. 11 13 പറഞ്ഞത്? 13 മോഡലാണ് വരുന്നത്. 13 മോഡലാണ്. 13 മോഡൽ ഹൈലൈന് പോളോ. സ്റ്റിയറിംഗ് കൺട്രോൾസും കമ്പനി എല്ലാ വീൽസ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, 4 door പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ പോളോന്? റീപ്ലേസ് നമുക്ക് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. കാര്യമായിട്ടുള്ളൊന്നുമില്ലല്ലോ. കാര്യമായിട്ടൊന്നുമില്ല. 1.13 ഓണർഷിപ്പ് തേർഡും അല്ലേ? അതെ. പോളോ റേറ്റ് എത്ര വയ്ക്കുന്നത്? 2013 ഹൈലൈന് ഡീസൽ 2,85,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 2.85. ലോണൊക്കെ എത്ര അറിയാൻ പറ്റും? 2.5 മുകളിൽ കിട്ടും. 2.5 നമുക്ക് ചെയ്യാം. KUV ആണ് വരുന്നത്, മഹീന്ദ്ര KUV. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ വേരിയന്റ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇതൊക്കെ അറൌണ്ട് 1 lakh ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. വേരിയന്റ് ഏതാ? K4 അല്ലേ? K4. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. K4 എന്നുള്ള വേരിയന്റ് എന്ന് പറഞ്ഞു. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വീൽസ് വരുന്നില്ല. AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? അതെ അതെ. ഓക്കെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2016 പറഞ്ഞ 16 KUV 100 295 ആണ് വരുന്നത്. ഏകദേശം 15-16 റേഞ്ചിൽ മൈലേജ് കിട്ടും. ലോൺ വരുന്നത് ഏകദേശം ഒരു 2.5 അങ്ങനെ. 2006 മോഡല് ഇന്നോവ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. KL10 മലപ്പുറത്തേക്കാണ് റീ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. Type 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും 2.5 V ആണ് വേരിയന്റ് വരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. V എന്ന് പറയുന്ന നേരം കമ്പനി എല്ലോയ്സ് വരുന്നുണ്ടാവും. ഇന്റർകൂളർ വരുന്നുണ്ട്. 2006 ഇന്റർകൂളർ ഉണ്ട്. ബാഡ്ജിങ് ഉണ്ടാവുള്ളൂ അല്ലേ? V എന്ന് പറയുന്ന നേരം ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ടാവും. 4 door പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ റൂഫ് AC G4 വരുന്ന പോലെ തന്നെ റൂഫ് AC വരുന്നുണ്ടാവും. ഇത്രയൊക്കെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2010 മുകളിലേക്കൊക്കെ അല്ലേ സാധാരണ ഈ വണ്ടിയിലും നമുക്ക് ഇന്റർകൂളർ വരുന്നത്? ഇന്റർകൂളർ എഞ്ചിൻ അല്ല, നോർമൽ എഞ്ചിനാണ്. റേറ്റ് എങ്ങനെ വരുന്നത്? 2006 V ഇന്നോവയ്ക്ക് 3,40,000 ആണ്. ഇതില് G4 നമ്മുടെ അടുത്തുണ്ട്. G4 വരുന്നത് 2,80,000 ആണ്. 2.80 G4, 3.40 V ഉണ്ട് അല്ലേ? 2006 2013 മോഡലാണ് വരുന്നത്. VDI ആണ്. VDI ആണ്. 2013 ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിയാറ്റിന്റെ മുന്നേ കണ്ട സെയിം എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവും. മൾട്ടിജെറ്റ് എഞ്ചിൻ 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ ഇപ്പൊ നിലവിൽ എത്ര ഓടിയിട്ടുണ്ട് റിറ്റ്സ്? 1 something ഓടിയിട്ടുണ്ട്. 2013 ന്യൂ ഷേപ്പിൽ വരുന്ന റിറ്റ്സ് അല്ലേ? റേറ്റ് എത്ര വരുന്നത്? 3,30,000 ചോദിക്കുന്നത്. 3,30,000 2013 മോഡൽ റിറ്റ്സ് VDIക്ക്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? 2.25. 2.25 ചെയ്യാം. വേറെ വർക്കൊന്നും ഇല്ലല്ലോ എടുക്കുന്ന ഇപ്പൊ നിലവിൽ? മേജർ വർക്കൊന്നുമില്ല. ഇവ 2013 മോഡലാണ് വരുന്നത്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2013 എറ്റിയോസ്. ഇവ പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസലാണ് വരുന്നത്. വേരിയന്റ് ഏതാ? GD ആണോ VD ആണോ? സെക്കൻഡ് ഓണർ എല്ലോയ്സ് കാണുന്നുണ്ട്. വേരിയന്റ് ഏതാ? GD. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് TSW ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇന്റീരിയർ മൊത്തം മാറ്റി ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആണോ? ചെക്ക് ചെയ്യാം. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? വേറെ റീപ്ലേസ് ഒന്നുമില്ല. റേറ്റ് എത്രയായിരുന്നു? 2013 എറ്റിയോസ് ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് 3,30,000. 3,30,000 ഡീസലാണ്. 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. വേറെ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ബോണറ്റിൽ ചെറിയ പെയിന്റിങ്, ബോണറ്റ് പെയിന്റ് ചെയ്യാനുണ്ടല്ലേ? ഇതോടെ നമുക്ക് ഒരു 2.5 രൂപ കൊടുക്കും. സ്വിഫ്റ്റ് വരുന്നത് 2014 മോഡൽ VDI സ്വിഫ്റ്റ് ആണ് വരുന്നത്. 2014 മോഡൽ VDI എന്ന് പറയുന്നത് ഡീസൽ മിഡിൽ ഓപ്ഷൻ ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന എന്തെങ്കിലും ഉണ്ടോ? BG ആണ് ഫ്രണ്ട് ഗ്ലാസ് വരുന്നത്. അപ്പൊ മെയിൻ ഗ്ലാസ് റീപ്ലേസ് BE ആണ് ഡോറിന് മുകളിൽ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഉണ്ടോ? ബോണറ്റ് ഇല്ല. ബോണറ്റ് റീപ്ലേസ് ഇല്ല. കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. 2014 മോഡലിൽ VDI സ്വിഫ്റ്റ്. റേറ്റ് എത്ര വയ്ക്കുന്നത്? 3.5 വെക്കുന്നുണ്ട്. 3.5. റേറ്റ് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു 3 lakh വരെ ചെയ്യാം. 3 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടോ? LDI 14 ആണ് വരുന്നത്. 2014 മോഡൽ സ്വിഫ്റ്റ് VDI അല്ല, LDI ആണ്. ഫീച്ചേഴ്സിൽ 2 2 door പവർ വിൻഡോസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ബേസിക് ആയിട്ടുള്ള വ്യത്യാസം അതാണ്. എഞ്ചിനിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. KL13 രജിസ്ട്രേഷൻ ആണ്. കണ്ണൂർ ടയേഴ്സ് അത്യാവശ്യം കാണുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് സാർ? കിലോമീറ്റർ വരുന്നത് 1.43. 1.45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് 2 സ്വിഫ്റ്റിനും റീപ്ലേസ് ഉണ്ട്. ഓക്കെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2014 മോഡൽ LDI 3.30. 2014 LDIക്ക് അത് കുറച്ച് കൊടുക്കട്ടോ. ഇനി കുറയും. ഓക്കെ. 14 മോഡൽ സ്വിഫ്റ്റ് VDI ആണ് വരുന്നത്. 2014 സ്വിഫ്റ്റ് VDI അല്ലേ? തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി കേട്ടോ. 2014 സ്വിഫ്റ്റ് VDI ഡീസലാണ്.
മുന്നേ കണ്ട സ്വിഫ്റ്റിനൊക്കെ പോലെ തന്നെ സെയിം ഫിയാറ്റിന്റെ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, കൂടൊരു പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ചെറുതായിട്ട് ഇന്റീരിയർ മാറ്റി ചെയ്തിട്ടുണ്ടല്ലോ ഒരു വുഡൻ ഫിനിഷിലേക്ക്. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.25 ഓടിയുണ്ട്. 1.25 ഓടിയുണ്ട്. KL58 തളിപ്പറമ്പല്ല, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. അതെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2014 4.20 ചോദിക്കുന്നുണ്ട്. കുറച്ചാണ് 3.25 മുകളിൽ ലോൺ കിട്ടും. അടുത്തത് ഹോണ്ട ജാസ് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇത് 2016 ആണോ 17 ആണോ? 15 മോഡൽ. 2015 മോഡൽ V എന്നുള്ള ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 1.30 ഓടിയുണ്ട്. ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാ? അതെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് ഉണ്ടോ, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റ് ആണ്. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2015 ജാസ് 4,95,000. 4.95 ആണ് റേറ്റ് വയ്ക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. 2015 ID.TEC എഞ്ചിനാണ് കേട്ടോ. ഓക്കെ, ഏകദേശം 20ന്റെ പുറത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 4 മുകളിൽ ലോൺ, 4.5 ലോൺ ഇട്ടില്ലേ? നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് പ്രൊഫൈൽ അനുസരിച്ച് നോക്കാം. ചെക്ക് ചെയ്ത് 2017 മോഡല് ഇറ പ്ലസ് ഇയോൺ ആണ് വരുന്നത്. ഇറ പ്ലസ് ഇയോൺ എന്ന് പറയുന്ന നേരം 800 cc-ലല്ലേ? അതെ, 2017 800 cc. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ അറൗണ്ട് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിൽ? റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി വരുന്നത് ചെക്ക് ചെയ്യാം, നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. ഇയോൺ ഇറ പ്ലസ് എന്ന് പറയുന്ന ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ ഏകദേശം 800 cc-ന്റെ അകത്ത് 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ. ബാക്ക് ലോക്കാണ്. സിംഗിൾ പീസ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഇത് ഗ്ലാസ്, ബോണറ്റ് ആണോ മെയിൻ ഗ്ലാസ് ആണോ റീപ്ലേസ്? ഗ്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. 2017 ഇയോൺ ഇറ പ്ലസ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2.49 ഇട്ടിട്ടുള്ളത്. കുറച്ച് കൊടുക്കാം. സൈക്കോ അടുത്തത് മറാസോ ആണ് വരുന്നത്. 2020 മോഡൽ മറാസോ. 2020 മോഡൽ മറാസോ. വേരിയന്റ് ഏതാ വരുന്നത്? M2 ആണ് വരിക. M2 എന്നുള്ളത് ബേസ് ഓപ്ഷൻ ആണ് വരുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് മറാസോ M2. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബേസ് ഓപ്ഷൻ ആണെങ്കിൽ കൂടെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസും, അതേപോലെ തന്നെ 2 എയർ ബാഗും വരുന്നുണ്ടാവും 2019 നിയമപ്രകാരം. അതേപോലെ തന്നെ റൂഫ് AC കൊടുത്തിട്ടുണ്ട്. 7 സീറ്റർ ആണ് വരുന്നത്. പൈലറ്റ് സീറ്റിംഗ് 7 സീറ്റ് ഉൾപ്പെടെ വരുന്ന നേരം. പുതിയ വണ്ടിക്ക് എത്ര ഉണ്ടോ ഇതിന്? 17 ഒക്കെ അല്ലേ? പുതിയ വണ്ടിക്ക് 17 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. മറാസോ M2. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് പക്ക സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അതെ. റീപ്ലേസും കാര്യങ്ങളും അപകടങ്ങളൊന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? 95 ഇട്ടിട്ടുള്ളത്. 7,97,000 റേറ്റ്. ലോൺ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 8 ലക്ഷം രൂപ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന പുതിയ മോഡൽ വണ്ടി. അതെ. ഇടിച്ചു പൊളിഞ്ഞതിനെ കൊണ്ടൊന്നും റേറ്റ് കുറച്ചല്ലോ? അല്ല, ഇതിൽ റീപ്ലേസ് കാര്യങ്ങളല്ല. കമ്പനി പക്ക സർവീസ്. ഇവിടെ അടുത്ത് ഓതറ ഷോറൂം ഉണ്ട്. ഡയറക്റ്റ് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. എടുക്കുന്ന നിലവിൽ നേരെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്നോവ 2008 മോഡൽ വരുന്ന. 2008 മോഡൽ എന്ന് പറയുമ്പോൾ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയല്ലേ? അതെ. G4 ആണോ V ആണോ? ഇത് വരുന്ന G4 വണ്ടി. നമ്പർ ആയതാണ് കേട്ടോ. അങ്ങോട്ട് രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഉണ്ടോ? കിലോമീറ്റർ 1 lakh അബോ ഇതിൽ കാണിക്കുന്നത് കിലോമീറ്റർ. മെയിൻ ക്ലാസ് 17 ആണ് കൊല്ലം കാണിക്കുന്നത്. മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വർക്ക് എന്തെങ്കിലും നിലവിൽ പെൻഡിംഗ് ഉണ്ടോ? ഇല്ല, വർക്ക് മേജർ വർക്ക് മെക്കാനിക്കൽ ഫിറ്റ് ആണ്. 2008 ഇന്നോവയ്ക്ക് ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2008 ശ്രീരാമ ഒരു 3 lakh ഒക്കെ ചെയ്യാം. ശ്രീരാമ 3 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? 4.15 ആണ് ഇട്ടിട്ടുള്ള റേറ്റ്. 4.15 2008 ഇന്നോവയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കുന്നു. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? പഴയ മോഡൽ വണ്ടിയാണ്. ഇല്ല, വർക്കില്ല. ടൈപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. വെർണാണ് വരുന്നത്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് SX ആണോ അല്ലെങ്കിൽ SS ഓപ്ഷൻ ആണോ? XS ഓപ്ഷനിലാണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ എഞ്ചിൻ ആണ്. ഫീച്ചർ സൈഡിൽ 4 എയർ ബാഗ് ഉണ്ടാവും, സൺറൂഫ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോസ്, ABS, EBD അങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. ESP അടക്കം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. കീലെസ് എൻട്രി വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 lakh അബോ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി പക്കയാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം 17-15 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 2019 വെർണയ്ക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാ? 8,40,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 8.40 ചോദിക്കുന്നുണ്ട്. ഓക്കെ, സൺറൂഫ് ഉള്ള വണ്ടിയല്ലേ? കുറച്ച് തന്നെ കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ ഒക്കെ കിട്ടുന്നുണ്ടാവോ? ഓ, തീർച്ചയായിട്ടും. വർക്ക് ഇപ്പോൾ 1 lakh ഓടിയെ കൊണ്ട്? ഇല്ല, വർക്കുകളൊന്നുമില്ല. ഓക്കെ, 2019 വണ്ടിയല്ലേ? ന്യൂ ഷേപ്പ് വരുന്നതാണ്. 2010 മോഡൽ G4 ഇന്നോവ വരുന്നത്. 2010 G4 റീ രജിസ്ട്രേഷൻ ഇന്നോവയാണ്.
KL10 മലപ്പുറത്തേക്കാണ് റീറേഷൻ ചെയ്തിട്ടുള്ളത്. G4ലേക്ക് ഫീച്ചറായിട്ട് വരുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, ബാക്ക് വൈപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. LOS കാര്യങ്ങളൊന്നും വരുന്നില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ നോക്കാം? കിലോമീറ്റർ ഹിസ്റ്ററി നോക്കണ്ട, ഇതിൽ അറൗണ്ട് 1 സംതിങ് കാണിക്കുന്നത്. ഓക്കെ, ജെന്യൂൻ ആണോ നോക്കില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ കാര്യമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിംഗ് ആയിട്ടുണ്ടാവും? റീപ്ലേസ് വർക്ക് പെൻഡിങ്, ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്, അവർക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ലോൺ എത്ര കിട്ടുന്നുണ്ടോ 2010 G4 ഇന്നോവയ്ക്ക്? 3-3.25 ചെയ്യാം. ഓക്കെ, റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് വരുന്നത് 4,85,000 അവിടെ ഇട്ടുള്ളത്, കുറച്ച് കൊടുക്കാം. വാഗനറാണ് വരുന്നത്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വാഗണർ VXI അല്ലേ? 2016 AMT വരുന്ന വണ്ടി കേട്ടോ. 2016 മോഡൽ വാഗണർ AMT VXI ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, 4 പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിയുണ്ട് വണ്ടി. റേറ്റ് എത്ര വയ്ക്കുന്നത് 2016 VXI ഓട്ടോമാറ്റിക് വാഗണറിന്? 390 വയ്ക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്കൊരു 3.5-3.60 ചെയ്യാം. XUV 500 ആണ് വരുന്നത്. 2012 ആണോ 13 ആണോ? ഇത് 2012 W8 ആണ് വരുന്നത്. 2012 W8 എന്നുള്ള W8 അല്ലല്ലോ ഫുൾ ഓപ്ഷൻ, W10 ഒക്കെ വരുന്നില്ല 2012 തന്നെ. ഇല്ല W8 ആണ് ഏറ്റവും W8 ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ 120 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 2012 ഗ്ലാസ് ഒക്കെ 12 തന്നെയല്ലേ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. ഇത്രയായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെറിയൊരു ഇൻഫർടൈൻമെന്റ് സ്ക്രീന് കമ്പനി തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. OE alloy wheelsഉം ബാക്ക് വൈപ്പറും ഇത്രയൊക്കെ ഫീച്ചർ ഉണ്ടാവുക. റേറ്റ് എത്ര വരുന്നത് 2012 XUV? 5,37,000 ചോദിക്കുന്നത്. 5,35,000 ആണ് 2012 XUV W8 റേറ്റ് വരുന്നത്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എടുക്കുന്ന വർക്ക് എന്തെങ്കിലും നിലവിൽ പെൻഡിംഗ് ഉണ്ടാവോ? പെൻഡിംഗ് വർക്ക് ഒന്നുമില്ല. ഓക്കെ, ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് 4-4.5 ചെയ്യാം. 4.5 റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. 5,35 റേറ്റ്. 5,35 ചോദിക്കുന്നുണ്ട്, കുറച്ച് ലോണാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക് വരും, AMT വരുന്ന വണ്ടി. AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ BS6 നെക്സോൺ 2022 മോഡലാണ്. 2022 അതിനെ കൊണ്ട് കമ്പനി വാറണ്ടിയിൽ ആയിരിക്കും ഇപ്പോൾ ഉള്ളത്? ഇല്ല, കമ്പനി വാറണ്ടി ഉണ്ടാവും. കമ്പനി വാറണ്ടി ഉള്ള വണ്ടി അല്ലേ? 38,000 കിലോമീറ്റർ ഓടിയുള്ളൂ വണ്ടി. ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.5 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം മാനുവൽ തന്നെ 20ന്റെ പുറത്ത് മൈലേജ് വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന നേരം നമുക്ക് ഏകദേശം 20 റേഞ്ച് തന്നെ, 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ ഡ്യുവൽ എയർ ബാഗ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് തന്നെയായിരിക്കും. ഇപ്പൊ നിലവിൽ റീപ്ലേസ് കാര്യങ്ങൾ ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഒന്നുമില്ല, പക്ക ഷോറൂം സർവീസ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, ആകെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. പുതിയ വണ്ടിക്ക് ഏകദേശം ഇപ്പം ഫേസ് ലിഫ്റ്റ് വരുന്നതാണ് നെക്സോൺ എന്നുള്ളത്. നെക്സോൺ ഡീസൽ ഫേസ് ലിഫ്റ്റ് ഏകദേശം 14 അടുത്ത് തന്നെ. ക്രിയേറ്റീവ് എന്നുള്ള വേരിയന്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന റേറ്റ് വരുന്നുണ്ട് 14-15 റേഞ്ചിലായിട്ട്. അങ്ങനെ വരുന്ന നേരം ഓൾഡ് ഷേപ്പ് ആണ്, പക്ഷേ വാറണ്ടി ഉള്ള വണ്ടി തന്നെ. കിലോമീറ്റർ അധികം ഓടിയിട്ടുമില്ല. റേറ്റ് എത്ര വരുന്നത്? 940 വരുന്നു. ലോൺ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒരു 8.5 എങ്ങനെയാണ് ചെയ്യാം. 8-8.25 മുകളിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിലവിൽ വേറെ വർക്ക് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഇല്ല, വർക്ക് പെൻഡിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഓരോ വണ്ടികൾ നോക്കുന്നതിന് മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെ ഓരോ വണ്ടികളും തീർച്ചയായിട്ടും എടുക്കുന്നതിന് മുന്നേ നോക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ലോണ് കാര്യങ്ങൾ, വാറണ്ടി കാര്യങ്ങൾ, കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്. അഡിയോസ്.